നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? UDFും കോൺഗ്രസും തന്നെ തഴഞ്ഞ് VS ജോയിയെ അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് CPMൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു. ഇന്നലെ തന്നെ PV അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ചില CPM നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടു എന്നാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് ആര്യാടൻ ഷൗക്കത്ത് കൊടുത്തതെന്നും അറിയുന്നു. VS ജോയിക്ക് നിലമ്പൂർ സീറ്റ് നൽകിയാൽ പിന്നെ താൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നും CPM സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 100% തയ്യാറെടുത്തിരിക്കുകയാണെന്നും ആര്യാടൻ ഷൗക്കത്ത് CPM നേതാക്കളെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. കോൺഗ്രസിന് ഇത് ചില്ലറ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിയത്. VS ജോയിയെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ PV അൻവറിൻ്റെ വാക്ക് കേട്ട് DCC പ്രസിഡന്റ് VS ജോയിയെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ തന്നെയായിരിക്കും അവിടെ CPM സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക. ആ ഒരു ഉറപ്പ് CPM നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്തു കഴിഞ്ഞു. ഇതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ടോടെ അൻവർ ഒന്ന് കളം മാറ്റിയത്. ഷൗക്കത്തായാലും താൻ പിന്തുണയ്ക്കും, പക്ഷേ ജയിക്കുമോ എന്നൊന്നും ഉറപ്പില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിയാൻ ശ്രമിച്ചത് ഇതുമൂലമാണ്. പക്ഷേ കോൺഗ്രസിൽ ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. VS ജോയി DCC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് ഒരു സീറ്റ് അവകാശപ്പെട്ടതാണ്. പക്ഷെ അൻവർ പറഞ്ഞതുകൊണ്ട് ജോയിക്ക് സീറ്റ് കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ CPMലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കോ തള്ളിവിടുക എന്നത് കോൺഗ്രസിന് തൽക്കാലം ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം അത്രയേറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. അത്യാവശ്യം നല്ല ജനകീയ ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ആര്യാടൻ മുഹമ്മദിനോട് അങ്ങനെ ഒരു നീതികേട് കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയുമില്ല. എന്നാൽ നിലമ്പൂരിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കണമെങ്കിൽ VS ജോയി നിന്നാലേ ശരിയാവുകയുള്ളൂ എന്ന അൻവറിൻ്റെ വാദം അത്ര പെട്ടെന്ന് തള്ളിക്കളയാനും കോൺഗ്രസിനും UDFനും കഴിയില്ല. മുസ്ലിം ലീഗ് ആകട്ടെ അൻവർ പറഞ്ഞ പോലെ തന്നെ VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നതും കൂടിയാണ്. കാരണം മുസ്ലിം ലീഗിന് ആര്യാടൻ ഷൗക്കത്തിനെ ഇഷ്ടമല്ല, ആര്യാടൻ മുഹമ്മദിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. തങ്ങൾക്ക് എതിരെ സ്വരമുയർത്താൻ കഴിയുന്ന നേതാക്കളായിട്ടാണ് ആര്യാടൻ മുഹമ്മദിനെയും പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെയും ലീഗ് കണ്ടത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ ശബ്ദമുയർത്തുന്ന ഏത് കോൺഗ്രസ് നേതാവായാലും ലീഗ് അയാളെ അവസാനിപ്പിക്കും. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ അടുത്ത് മാത്രം ആ പണി ഓടിയില്ല. എന്നാൽ ആര്യാടൻ ഷൗക്കത്തും അൻവറും തമ്മിൽ മത്സരിക്കുമ്പോൾ ലീഗുകാർ പൊതുവെ PV അൻവറിനാണ് വോട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് PV അൻവർ ജയിച്ചു കയറാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ VS ജോയിക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് CPM സ്ഥാനാർത്ഥിയായിട്ട് എതിരെ വരികയാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടത്തിന് തന്നെ നിലമ്പൂർ സാക്ഷിയാകും. ഒരു പക്ഷേ VS ജോയി അവിടെ പരാജയപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. കാരണം നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് VS ജോയിയെ കളത്തിലിറക്കുന്നത് ബുദ്ധിപൂർവമായ നടപടിയായിരിക്കില്ലെന്നും വരുന്ന മറ്റ് ജില്ലകളിലെയും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ പറയുന്നത് കേട്ട് ചാടിപ്പുറപ്പെട്ട് ഈ പാവം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് തൽക്കാലം ഉദ്ദേശമില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയാവും. ഇത് കോൺഗ്രസ് നേതൃത്വം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷൗക്കത്തുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ അത്ര ചില്ലറക്കാരുമെന്നല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ആര്യാടൻ ഷൗക്കത്തിനെ വിളിച്ചതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിനെ CPMലേക്ക് തള്ളിവിട്ട് VS ജോയിയെ അൻവർ പറയുന്ന കേട്ട് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് ഇപ്പോൾ അത് ചിന്തിക്കാനേ വയ്യ. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മതി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തുടങ്ങേണ്ടത് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത്. ഏതായാലും CPMന് ഒരു ചാകര വന്ന് ഭവിച്ചിരിക്കുകയാണ്. PV അൻവർ പുറത്തേക്ക് പോകുമ്പോൾ അൻവറിനേക്കാൾ നല്ലൊരു മുഖത്തെ
മലപ്പുറം ജില്ലയിൽ അവർക്ക് ലഭിക്കുന്നു, CPM ലഭിക്കുന്നു എന്നുള്ളത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ കോൺഗ്രസ്സിന് അത് വലിയ നഷ്ടമാണ്. കാരണം PV അൻവറിനേക്കാളും VS ജോയിയേക്കാളും മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. മാത്രമല്ല കോൺഗ്രസ്സിലെ A വിഭാഗം പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെയാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ്സിലെ A വിഭാഗത്തിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നേതാവായിരുന്ന ആളാണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിക്കളയാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല. ഇത് തള്ളിക്കളയാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യം 100% ഉറപ്പാണ്.